Okay, friends, very good evening. It's me, Shalu, with you on behalf of Royal English Academy. Hope all are you great and safe at home. Today, we're gonna discuss a new topic. How can we say an incident that will happen in future? How can we say an incident that will happen in future? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് എങ്ങനെ പറയാം? Yes. How can we say an incident that will happen in future? Yes, will ആണ് ഉപയോഗിക്കുക. സാധാരണ ഇംഗ്ലീഷ് വെർബിൻ്റെ കൂടെ വില്ല് ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഭാവിയിൽ ഒരു സംഗതി ചെയ്യും, ഞാൻ പോകും, അടിക്കും, ചവിട്ടും, പഠിക്കും, പരീക്ഷ പാസ്സാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വില്ല് വെച്ച് പറയാം. നിങ്ങൾ ഈ വെർബ്സ് ഒക്കെ ഒന്ന് നോക്കുക. വില്ലിന് നമുക്ക് സിമ്പിളായിട്ട് യും, കും എന്നൊക്കെ അർത്ഥം പറയാം. അതിനൊരു മീനിങ് അതിനുണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർത്ഥം അതിനെ മനസ്സിലാക്കി വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഗോ എന്ന് പറഞ്ഞാൽ പോവുക. വെർബിന് സാധാരണ ഇംഗ്ലീഷിൽ 3 ഫോംസ് ആണുള്ളത്. V1, V2, V3 എന്ന് പറയും. അതിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെയാണ് എപ്പോഴും വില്ലുണ്ടാവുക. അത് ഗോ എന്ന് പറഞ്ഞാൽ പോവുക, പോകും എന്നാവണമെങ്കിൽ എന്താക്കണം? വിൽ ഗോ എന്നാക്കണം. കം എന്ന് പറഞ്ഞാൽ വരിക, വരും എന്നാണെങ്കിൽ വിൽ കം. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, കളിക്കും എന്നാക്കണമെങ്കിൽ വിൽ പ്ലേ എന്നാക്കണം. ഓക്കെ. ഡൈ എന്ന് പറഞ്ഞാൽ മരിക്കുക അല്ലെങ്കിൽ ചാവുക. ചാവുക എന്ന് ഞാൻ അവിടെ ആഡ് ചെയ്തത് പിന്നെ ആ ചാവും ആ വും എന്നുള്ളൊരു മീനിങ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹി വിൽ ഡൈ, അവൻ മരിക്കും. അല്ലാതെ നോർമലി ഒരു നമ്മൾ ഭാഷയിൽ എന്നത് മനുഷ്യന്മാരെ കുറിച്ചൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അവൻ നാളെ അമേരിക്കയിലേക്ക് പോകും. എങ്ങനെയാ പറയാം സിമ്പിളായിട്ട്? അവൻ എന്താ പറയാ ഇംഗ്ലീഷിൽ? ഹി പോകും. ഗോ അല്ലെ? ഹി ഗോ, അവൻ പോകും. അമേരിക്ക, അവൻ എങ്ങോട്ട് പോകും? അമേരിക്കയിലേക്ക് പോകും. ഹി ഗോ അമേരിക്ക ടുമാറോ, അവൻ നാളെ അമേരിക്കയിലേക്ക് പോകും എന്നർത്ഥം കിട്ടുമോ? ഹി ഗോ അമേരിക്ക. ഗോന്റെ അർത്ഥം എന്താണ്? പോവുക അല്ലെങ്കിൽ പോകുന്നു എന്നാണ് അർത്ഥം. പോകും എന്നർത്ഥം കിട്ടണം നമ്മൾ ഈ പറഞ്ഞ സാധനം ഇവിടെ ചേർക്കണം. എന്ത് ചേർക്കണം? വിൽ. ഹി വിൽ ഗോ അമേരിക്ക ടുമാറോ, അവൻ നാളെ അമേരിക്കയിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ആഴ്ച അവൻ പ്രിൻസിപ്പാളിനെ കാണും. അടുത്ത ആഴ്ച അവൻ പ്രിൻസിപ്പാളിനെ കാണും. എങ്ങനെ പറയാം? അവൻ എന്നുള്ളത് ഹി, കാണുക എന്നുള്ളത് എന്താ പറയാ? സി. ഹി സി പ്രിൻസിപ്പാൾ. ഹി സി പ്രിൻസിപ്പാൾ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച അവൻ പ്രിൻസിപ്പാളിനെ കാണും. ഇതിന്റെ അർത്ഥം എന്താ? അവൻ അടുത്ത ആഴ്ച പ്രിൻസിപ്പാളിനെ കാണുക അല്ലെ കാണുന്നു എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് അവൻ കാണും എന്നാക്കണമെങ്കിൽ എന്ത് ചേർക്കണം? ഹി വിൽ സീ പ്രിൻസിപ്പാൾ നെക്സ്റ്റ്. പ്രിൻസിപ്പാൾ ആട്ടണം. പ്രിൻസിപ്പിൾ എന്ന് പലരും പറയലുണ്ട്. അത് ശരിക്കും തത്വം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അവസാനം എന്റെ സ്ഥാനത്ത് എല് വന്നിട്ട് PLE പ്രിൻസിപ്പിൾ. നമ്മളെ സ്കൂളിലൊക്കെ ഉള്ള ആളാരാണ് ശരിക്കും? പ്രിൻസിപ്പാളാണ്. ഓക്കെ. എനിവേ, രാജു ഇന്ന് ബാംഗ്ലൂരിലെത്തും. സിമ്പിൾ ആണല്ലേ? രാജു ഇന്ന് ബാംഗ്ലൂരിലെത്തും. എങ്ങനെ പറയാം? രാജു എത്തുക എന്നുള്ളത് എന്താ പറയാ? റീച്ച് എന്നാണ് ഇംഗ്ലീഷ് പറയാം. റീച്ച്. രാജു റീച്ച് ബാംഗ്ലൂർ ടുഡേ. രാജു ഇന്ന് ബാംഗ്ലൂരിലെത്തും, അല്ലെങ്കിൽ മോഹൻ ഇന്ന് ഗൾഫിലെത്തും എന്നൊക്കെ പറയാല്ലേ. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക. അപ്പോൾ രാജു എത്തും. റീച്ച് മതിയോ? പോരാ. രാജു വിൽ റീച്ച് ബാംഗ്ലൂർ ടുഡേ. രാജു ഇന്ന് ബാംഗ്ലൂരിലെത്തും. നെക്സ്റ്റ് സെന്റൻസ് ആണ്, ഞാൻ നാളെ രാജസ്ഥാനിൽ പോവുകയില്ല. നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? ഞാൻ നാളെ രാജസ്ഥാനിൽ പോവുകയില്ല. എങ്ങനെ പറയാം? ആദ്യം നമുക്ക് പോകുന്നു പറയാം. ഐ ഗോ രാജസ്ഥാൻ ടുമോറോ. ഞാൻ നാളെ രാജസ്ഥാനിൽ പോകും. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? വില്ല് ചേർത്താൽ എന്തായി? ഐ വിൽ ഗോ രാജസ്ഥാൻ ടുമോറോ. ഞാൻ നാളെ രാജസ്ഥാനിൽ പോകും. ഇനി പോവുകയില്ല എന്നാക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഒരു നോട്ട് ചേർത്താൽ മതി. ഐ വിൽ നോട്ട് ഗോ രാജസ്ഥാൻ ടുമോറോ. നമുക്കതിനെ ഒന്ന് ഇംഗ്ലീഷിൽ ഈ വിൽ നോട്ട് നമ്മൾ എങ്ങനെ പറയും? വോണ്ട് എന്ന് പറയും കേട്ടോ. വോണ്ട് ചുരുക്കിയിട്ട് വോണ്ട് എന്ന് പറയും. അപ്പോൾ ഐ വിൽ നോട്ട് അല്ല ഐ വോണ്ട് ഗോ രാജസ്ഥാൻ ടുമോറോ. ഞാൻ നാളെ രാജസ്ഥാനിൽ പോവുകയില്ല. ഓക്കെ. നെക്സ്റ്റ്, അവൻ നാളെ കോഴിക്കോട് പോകുമോ അല്ലേ? എങ്ങനെ പറയാം നമ്മള്? അവൻ നാളെ കോഴിക്കോട് പോകുമോ? ചോദ്യമാണല്ലോ അല്ലെ?
അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അവൻ നാളെ കോഴിക്കോട് പോകുന്നു പറയാം. ഹി പോകുന്നുള്ള ഗോ, കാലിക്കറ്റ് ടുമോറോ. അവൻ നാളെ കോഴിക്കോട് പോകും. ഇങ്ങനെ മതിയോ? പോരാ. ഹി പോവുക എന്നേ ആവുള്ളൂ. നമുക്ക് പോകും എന്നാണെങ്കിൽ വില്ല് ചേർക്കണം. ഹി വിൽ ഗോ കാലിക്കറ്റ് ടുമോറോ. അവൻ നാളെ കോഴിക്കോട് പോകും. ഇനി അവൻ നാളെ കോഴിക്കോട് പോകുമോ എന്നല്ല, നാളെ ഇനി നോട്ട്ബുക്ക് എടുക്കുമോ എന്നൊക്കെ കുറെ ഫ്യൂച്ചറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. രണ്ടാമത്തെ വേർഡ് ഓക്സിലറി എന്നൊക്കെ പറയും, അതൊന്നും നമ്മൾ നോക്കണ്ട. രണ്ടാമത്തെ വേർഡിനെ പിടിക്കുക, കട്ട് ചെയ്യുക, ഫസ്റ്റിലിടുക. ഏത് സെന്റൻസ് ആയാലും ഇംഗ്ലീഷിൽ ചോദ്യം അവൻ ഏത് പോസിറ്റീവ് സെന്റൻസിനെ ഇങ്ങനെ ആക്കാം. ഒറ്റൊരു കേസിൽ എക്സെപ്ഷനുള്ള ഞാൻ പറഞ്ഞ ഒരു പാസ്റ്റിന്റെ കേസിൽ നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വിൽ ഹി ഗോ കാലിക്കറ്റ് ടുമാറോ. അവൻ നാളെ കോഴിക്കോട് പോകുമോ? ഞാൻ നാളെ ഫുട്ബോൾ കളിക്കുമോ? നമ്മൾ മൈൻഡിൽ ഇപ്പം വരണം. ശരിക്കും വിൽ ഐ പ്ലേ ഫുട്ബോൾ ടുമാറോ എന്ന് വരണം. നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ നാളെ ഫുട്ബോൾ കളിക്കും. ഐ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്കാൻ ഞാൻ നാളെ ഫുട്ബോൾ കളിക്കുമോ എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വില്ലിന് എന്ത് ചെയ്യുക? അയക്കാൻ നേരത്തെ എടുത്ത അതേ പ്രോസസ്. വില്ലിനെ പിടിച്ചിട്ട് തുടക്കത്തിലിടുക. ഓക്കെ, വിൽ ഐ പ്ലേ ഫുട്ബോൾ ടുമോറോ. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കുമോ? ഇനി നീത് നാളെ കോഴിക്കോട് പോകില്ലേ. നേരത്തെ പോകുമോ എന്നാണ്, ഇപ്പൊ പോകില്ല എന്നാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായ സെന്റൻസ് അതാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നീതു നാളെ കോഴിക്കോട് പോവുകയില്ല. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കുകയില്ല. നെഗറ്റീവ് ആക്കാൻ നോക്കാം. നീതു ഗോ കാലിക്കറ്റ് ടുമോറോ. നീതു ഗോ കാലിക്കറ്റ് ടുമോറോ. നീതു പോകും എന്നാക്കണമെങ്കിൽ എന്താക്കണോ? ഗോ പോരാ, വില്ല് ചേർക്കണം. ചെയ്യും, കളിക്കും, ഏത് വർക്കിനും കൂടെ വില്ല് ചേർത്ത് നമുക്ക് അങ്ങനെ ഒരു ചെയ്യുന്നുള്ള മീനം കിട്ടും. നീതു വിൽ ഗോ കാലിക്കറ്റ് ടുമോറോ. നീതു നാളെ കോഴിക്കോട് പോകും. നമുക്ക് കോഴിക്കോട് പോകില്ലേ എന്നാ ചോദിക്കേണ്ടേ അല്ലേ? അപ്പൊ നമ്മൾ പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആക്കണം. നീതു വിൽ നോട്ട്. ഇത് വിൽ നോട്ട് ഗോ കാലിക്കറ്റ് ടുമോറോ. വിൽ നോട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? വോണ്ട് എന്ന് പറയാട്ടോ. വിൽ നോട്ടിന്റെ ഷോർട്ട് നീതു വോണ്ട് ഗോ കാലിക്കറ്റ് ടുമോറോ. ഇനി നീതു നാളെ കോഴിക്കോട് പോകില്ലേ. ഇനി ക്വസ്റ്റ്യൻ ആക്കാൻ ഈ വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, എടുത്ത് തുടക്കത്തില്ല. റോളക്സ്. ഓക്കെ, വോണ്ട് നീതു അല്ലെ വിൽ നോട്ട് നീതു ഗോ കാലിക്കറ്റ് ടുമോറോ. നീതു നാളെ കോഴിക്കോട് പോവുകയില്ലേ. ഒരു സംശയം ഉണ്ടാവും, ഞാൻ നാളെ കോഴിക്കോട് പോകുമോ, ഞാൻ നാളെ കോഴിക്കോട് പോകില്ലേ. ഇത് രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടാവും? ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ സെയിം ആണ്. വിൽ യു ഗോ കാലിക്കറ്റ് ടുമോറോ, വോണ്ട് യു ഗോ കാലിക്കറ്റ് ടുമോറോ എന്ന് പറഞ്ഞാലും ഉത്തരം ഒന്നായിരിക്കും. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് കോഴിക്കോട് പോകുന്ന ഒരാളാ, അയാളോട് എന്താ ചോദിക്കുക? നിങ്ങൾക്കൊരു സാധനം വാങ്ങിക്കാണ്ട്. ഓനോട് പിന്നെ ഇനി നാളെ കോഴിക്കോട് പോകുമെന്ന് ചോദിക്കാല. കോഴിക്കോട് പോയി നാളെ ഇങ്ങനെ അവള് പോയല്ലേ, സ്ഥിരമായിട്ട് പോലുണ്ട്, അങ്ങനെയാണല്ലോ അവനോട് ചോദിക്കുക. ഇനി അതേ ചങ്ങായി ദിവസം കോഴിക്കോട് ചങ്ങായി ആണെങ്കിൽ മലപ്പുറത്ത് നിന്നാണ് ഒരു സാധനം വാങ്ങുന്നത്. ആ സാധനം മലപ്പുറത്ത് പോലില്ല. ഓനോട് ചോദിക്കുക ഇനി നാളെ മലപ്പുറത്ത് പോകുമോ. വില്യുഗോ കാലിക്ക് മലപ്പുറം നോക്കും, മറ്റു മോണിയുഗോ കാലിക്ക് നോക്കും. ആ ഡിഫറൻസ് അല്ലോ കേട്ടോ. മലയാള ഭാഷയിലുള്ള വ്യത്യാസം തന്നെയാണ്. പക്ഷെ രണ്ട് കോണ്ടക്സ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇത് നാളെ കോഴിക്കോട് പോകില്ലേ. ഇനി അവൻ എങ്ങനെ ബാംഗ്ലൂരിൽ പോകും? അവനെങ്ങനെ ബാംഗ്ലൂരിൽ പോകും? അവൻ എന്താ പറയാ നമ്മള്? ഹി ഗോ ബാംഗ്ലൂർ. അവൻ ബാംഗ്ലൂരിൽ പോകും, അല്ല പോവുക, പോകും എന്നാണെങ്കിൽ ഹി വിൽ ഗോ ബാംഗ്ലൂർ എന്ന് പറയണം അല്ലേ. ഹി വിൽ ഗോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാല് അവൻ എങ്ങനെ ബാംഗ്ലൂരിൽ പോകും എന്നാവുള്ളൂ. ഓക്കെ, ഹി വിൽ ഗോ ബാംഗ്ലൂർ. അവൻ ബാംഗ്ലൂരിൽ പോകും എന്നായില്ലേ. എങ്ങനെ പോകും? എങ്ങനെയെന്ന് ഇങ്ങനെ ചോദിക്കുക. ഇംഗ്ലീഷിൽ ഹൗ എന്നാ പറയാ. ഹൗ, എങ്ങനെ. ഹൗ ആർ യു, എങ്ങനെയുണ്ട് വിശേഷം, എന്തൊക്കെ. ഹൗ ഹി വിൽ ഗോ ബാംഗ്ലൂർ. അവൻ എങ്ങനെ ബാംഗ്ലൂരിൽ പോകും. ചെറിയൊരു മാറ്റം വരുത്തണം. ഈ വില്ലിനെ ഒന്ന് പിടിച്ചിട്ട് എന്താക്കണം, ഒന്ന് പുറത്തിടണം. ഹൗ വിൽ ഹി ഗോ ബാംഗ്ലൂർ. അവൻ എങ്ങനെ ബാംഗ്ലൂരിൽ പോകും. നിങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ പ്രശ്നമല്ല. ഒരു ഓർഡർ പറഞ്ഞല്ലോ. ഓക്കെ,
ഇനി അവൻ എന്തുകൊണ്ട് നാളെ കോഴിക്കോട് പോവുകയില്ല? അവൻ എന്തുകൊണ്ട് നാളെ കോഴിക്കോട് പോവുകയില്ല? എന്തുകൊണ്ട് പോവുകയില്ല എന്നാ പറയണ്ടേ അല്ലെ? ആദ്യം നമുക്ക് അവൻ നാളെ കോഴിക്കോട് പോവുകയില്ല എന്നെങ്ങനെ പറയാം? അവൻ ഹി ഗോ കാലിക്കറ്റ്, കോഴിക്കോട് പോകും, പോവുക, ടുമോറോ. അവൻ കോഴിക്കോട് പോകുക എന്നാവും. നമ്മൾ പോകുന്നാക്കാൻ എന്ത് ചെയ്യുന്നു? വില്ല് ചേർക്കുന്നു. ഹി വിൽ ഗോ കാലിക്കറ്റ് ടുമോറോ. അവൻ നാളെ കോഴിക്കോട് പോകും. പോവുകയില്ല എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചേർക്കണം? നോട്ട്. ഹി വിൽ നോട്ട്. ഞാൻ പറഞ്ഞ വിൽ നോട്ട് എന്താണ്? ചുരുക്കിയിട്ട് ഇംഗ്ലീഷിൽ വോണ്ട് എന്ന് പറയും. കനോട്ട് കാൻഡ് എന്നൊക്കെ പറയും പോലെ കാൻഡ്. ഹി വിൽ നോട്ട്, ഹി വോണ്ട് ഗോ കാലിക്കറ്റ് ടുമോറോ. അവൻ നാളെ കോഴിക്കോട് പോവുകയില്ല. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ, പോവുകയില്ലേ, അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയിട്ടാട്ടോ, പോവുകയില്ല എന്നല്ല, പോവുകയില്ലേ എന്നാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ചോദ്യമാക്കാൻ ഏത് പോസിറ്റീവ് സെന്റൻസ് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓക്സിലറി അല്ലെ രണ്ടാമത്തെ സാധനം പിടിച്ചിട്ട് പുറത്തിട്ടാൽ മതി. ഓക്കെ. പോസിറ്റീവ് സെന്റൻസ് ഉദ്ദേശിച്ചത് പിന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് ആട്ടോ. ഞാൻ നാളെ കോഴിക്കോട് പോവുകയില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് അല്ല, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അതായത് പിന്നെ നോർമലി ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സംഗതി ചെയ്യും ചെയ്യൂല എന്നൊക്കെ ഉള്ള, അതിനാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ, മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ വോണ്ട് ഹി അല്ലെ വിൽ നോട്ട് ഹി ഗോ കാലിക്കറ്റ് ടുമോറോ. ഹി പുറത്ത് വരിക. വോണ്ട് ഹി ഗോ കാലിക്കറ്റ് ടുമോറോ. അവൻ നാളെ കോഴിക്കോട് പോവുകയില്ല. മതിയോ? വരാം. നേരത്തെ പോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ആദ്യം ചേർക്കാം. വൈ എന്നാ പറയാം ഇംഗ്ലീഷിൽ. വൈ വോണ്ട് ഹി ഗോ കാലിക്കറ്റ് ടുമോറോ. അവൻ എന്തുകൊണ്ട്, വൈ വിൽ നോട്ട് ഹി ഗോ കാലിക്കറ്റ് ടുമോറോ, എന്തുകൊണ്ട് നാളെ കോഴിക്കോട് പോവുകയില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ, ഞാൻ ചെയ്യും, ഐ വിൽ പ്ലേ, ഞാൻ കളിക്കും, ഐ വിൽ ഗോ, ഞാൻ പോകും, ഐ വിൽ ബീറ്റ്, ഞാൻ അടിക്കും, ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും, ഐ വിൽ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കും. അങ്ങനെ വില്ലുണ്ടെങ്കിൽ ചെയ്യും. മറ്റേ ഐ വോണ്ട് ഗോ ദർ, ഞാൻ അവിടെ പോവുകയില്ല. ഐ വിൽ നോട്ട് കം ദ ക്ലാസ്, ഞാൻ ക്ലാസ്സിൽ വരൂല. അങ്ങനെ വിൽ നോട്ട്. പിന്നെ വിൽ ഐ ഗോ കാലിക്കറ്റ്, ഞാൻ കോഴിക്കോട് പോകും. വിൽ യു പ്ലേ ഫുട്ബോൾ, നീ ഫുട്ബോൾ കളിക്കുമോ? വിൽ യു കം വിത്ത് മീ, നിങ്ങൾ എന്റെ കൂടെ വരുമോ? ഇനി വോണ്ട് യു ഗോ കം വിത്ത് മീ, നീ എന്റെ കൂടെ വരില്ലേ? സാധനം അത്രേ ഉള്ളൂ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മളെ പിന്നെ മൊഡ്യൂൾ ഓർഡർ ആയിട്ട് തന്നെ കാണാം കൃത്യമായിട്ട്. നല്ല ടഫ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ടഫായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അവസാനം യു വിൽ ഗെറ്റ് ഈസിയർ. ഓക്കെ, താങ്ക് യു.